ജയിലിൽ ആ മനുഷ്യൻ ബാസ്കറ്റ്ബോൾ കളിക്കുന്നതുപോലെ അഭിനയിക്കുകയായിരുന്നു. ഗാർഡുകൾ ശ്രദ്ധിക്കാത്ത സമയം നോക്കി അവൻ വേഗത്തിൽ ബാസ്കറ്റ്ബോൾ നെറ്റ് അഴിച്ചെടുത്ത് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു. അടുത്ത ദിവസം ഉച്ചഭക്ഷണ സമയത്ത് ജയിലിലെ ഏറ്റവും അപകടകാരിയായ ഗുണ്ടയുടെ അടുത്തേക്ക് അവൻ ചെന്നു. ആ ഗുണ്ടയുടെ വിചിത്രവും വൃത്തികെട്ടതുമായ ഹെയർ സ്റ്റൈലിനെ അവൻ പരിഹസിച്ചു. ദേഷ്യം കൊണ്ട് ഗുണ്ടയുടെ മുഖം ചുവന്നു തുടുത്തു. അയാളൊന്ന് ആംഗ്യം കാണിച്ചതും അയാളുടെ കൂട്ടാളി മുന്നോട്ട് വന്ന് ആ മനുഷ്യനെ ക്രൂരമായി മർദ്ദിച്ചു. അവൻ നേരെ മെഡിക്കൽ റൂമിലേക്ക് പോയി. മരുന്നെടുക്കാനായി നഴ്സ് തിരിഞ്ഞ സമയം നോക്കി അവൻ ഡ്രോയറിൽ നിന്നും മാരകമായ ഒരു ഗുളിക മോഷ്ടിച്ചു. തിരികെ സെല്ലിലെത്തിയ അവൻ എങ്ങനെയൊക്കെയോ തന്റെ ബെഡ്ഷീറ്റ് മുഴുവനായി കൈക്കലാക്കി. അർദ്ധരാത്രിയിൽ അവൻ ബാസ്കറ്റ്ബോൾ നെറ്റ് തന്റെ നെഞ്ചിനും വയറിനും ചുറ്റും മുറുക്കി കെട്ടി. അതിനുശേഷം അവൻ ആ മാരകമായ ഗുളിക കഴിച്ചു. ബെഡ്ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കയറിന്റെ ഒരറ്റം അവൻ സീലിംഗിൽ കെട്ടി മറ്റേ അറ്റം കഴുത്തിലിട്ടു. അവൻ ആഴത്തിൽ ശ്വാസമെടുത്ത് ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടി. കയറുടൻ തന്നെ അവന്റെ തൊണ്ട മുറുക്കി അവൻ ബോധരഹിതനായി ആടി നിന്നു. രാവിലെ പട്രോളിംഗിന് വന്ന ഗാർഡുകൾ അവൻ മരിച്ചുവെന്ന് കരുതി. ഡോക്ടർ അവനെ പരിശോധിക്കുകയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് മൃതദേഹം ഒരു ബാഗിലാക്കി ജയിലിന് പുറത്തേക്ക് കൊണ്ടുപോയി. ശ്മശാനത്തിലേക്കുള്ള യാത്രാമധ്യേ ബോഡി ബാഗിന്റെ സിപ്പർ പതുക്കെ നീങ്ങാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം ആ മനുഷ്യൻ പെട്ടെന്ന് ഉണരുകയും ശുദ്ധവായു ശ്വസിക്കുകയും ചെയ്തു. അവൻ തന്റെ നെഞ്ചിൽ തൊട്ടുനോക്കി. ബാസ്കറ്റ്ബോൾ നെറ്റ് ഇപ്പോഴും മുറുക്കി കെട്ടിയിരുന്നു. ആ നെറ്റാണ് കയറിന്റെ മർദ്ദം ശരീരത്തിലാകെ വിതരണം ചെയ്തതും അവന്റെ ജീവൻ രക്ഷിച്ചതും. വഴിയിൽ ട്രെയിൻ നിർത്തിയപ്പോൾ അവൻ പതുക്കെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തിലേക്കുള്ള തന്റെ ചുവടുകൾ വെച്ചു.